നടന്ന മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുസമ്മേളന പരിപാടിയിൽ ഒഴിഞ്ഞ കസേരകൾ മാത്രം സാക്ഷി. അല്ല, പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ. കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ. പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം. ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് കാത്തിരുന്നത്. നീ വിഷമിക്കാണ്ടി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ആകാശത്തിന് കീഴിലെ സകല വിഷയങ്ങളും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഒതുക്കി. എന്നാൽ സർക്കാരിനേറ്റ തിരിച്ചടികളും പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും മറച്ചുവെച്ചു. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. സംസ്ഥാനത്ത് വർഗീയവാദികളുടെ സോമനങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോഴാ എനിക്കൊരാശ്വാസം. പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി എന്നെ എന്നൊരു ചിന്ത ജനങ്ങൾക്ക് ശക്തിപ്പെട്ടു വരും. കോൺഗ്രസ് ചിന്തിക്കണം. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇവിടെ SDPI എന്താണ് SDPI എന്ന്? ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ 3 പ്രാവശ്യം. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ കിട്ടി? എന്തിന്റെ കുഴപ്പമായത്? ജമാഅത്തെ ഇസ്ലാമി SDPI തീവ്ര വർഗീയവാദികളാണെന്ന് വിളിച്ച സുന്നി വിഭാഗത്തെയും പിന്തുണച്ചു. അക്ഷമരായ പാർട്ടി പ്രവർത്തകർ ഒന്നൊന്നായി സമ്മേളന നഗരി വിട്ടതോടെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്താ ധൃതി? ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാ? സ്നേഹിതരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം. പക്ഷി